എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ ക്രിസ്മസ് മാസ പെൻഷൻ വിതരണം. അപ്പോൾ നമുക്ക് ഇനി ലഭിക്കാനുള്ള കുടിശ്ശികയിൽ നമുക്ക് ജൂലൈ വരെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് നമുക്ക് എത്തുന്നത്. അത് 18 മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ളൊരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് മാസം നമുക്ക് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് എത്തുന്നത്. അത് 18 മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ളൊരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അതിനായിട്ടുള്ള തുകകൾ കണ്ടെത്തുകയാണ്. അപ്പോൾ അത് 15-ാം തീയതിക്കുള്ളിൽ തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ഈ 2 മാസത്തെ വിതരണം ഉണ്ടാകും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് സംബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ വിതരണം ലഭിക്കുന്നതാണ്. അപ്പോൾ തന്നെ PM കിസാൻ സമ്മാൻ നിധിയിൽ നമുക്ക് തുക മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ശരിയാക്കിയിട്ടുള്ള കർഷകരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ മുടങ്ങിയിട്ടുള്ള വിതരണം വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. അത് 10-ന് ശേഷമായിരിക്കും ആ ഒരു വിതരണം ആരംഭിക്കുന്നത്. അതിന്റെ ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ 10-ാം തീയതിക്ക് ശേഷമായിരിക്കും PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം വീണ്ടും ആരംഭിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിതരണം കഴിഞ്ഞ് 1 മാസത്തിന് ശേഷമാണ് വീണ്ടും മുടങ്ങിയിട്ടുള്ളവർക്ക് തുക വിതരണം വീണ്ടും ആരംഭിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും EKYC ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. നിങ്ങളതെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാം യെസ് ആണ് എന്ന് കരുതിയിരിക്കരുത്. വീണ്ടും ഒന്ന് EKYCയിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നോക്കി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബയോമെട്രിക്കലായിട്ട് വീണ്ടും EKYC ചെയ്യണോ എന്നുള്ളത് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ തുക എത്തുകയില്ല. നിങ്ങളത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബയോമെട്രിക്കലായിട്ട് തന്നെ EKYC കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. PM കിസാൻ്റെ ആവശ്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു. ഞാനായിട്ട് ശരിയാക്കി കൊടുത്തിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. നമുക്കതൊന്ന് സ്റ്റാറ്റസുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പ് വഴിയേ കോൺടാക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.